ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി 9-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP 2-ാം സ്ഥാനത്തെത്തുകയും മൂലമറ്റം അറക്കുളം പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP വിനീഷ് വിജയിക്കുകയും ചെയ്തതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും ഇല്ലാതെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ സമാഹരിക്കുന്നതിലുള്ള തിരക്കിലായിരുന്നു അറക്കുളത്ത് വിജയിച്ച BJP സ്ഥാനാർത്ഥി. വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴയിലെയും മൂലമറ്റും വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകളും നൽകി. കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ജനമനസ്സാക്ഷിയെയും നടുക്കിക്കൊണ്ട് വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തമുണ്ടായതിൽ മരണപ്പെട്ടവരും വലിയ രീതിയിലുള്ള അംഗഭംഗം സംഭവിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. എല്ലാവർക്കും മരിച്ച ആളുകൾക്കുമെല്ലാം നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും എല്ലാ മരണപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ഒരു നിമിഷം ദേശീയ ജനാധിപത്യ സഖ്യം ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് 2 വാർഡുകൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും അറക്കുളം പഞ്ചായത്തിലും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDFൻ്റെ കയ്യിലിരുന്ന അറക്കുളം പഞ്ചായത്തിൻ്റെ ജലന്ധർ വാർഡ് ഇത്തവണ 132 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ 132 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിനീഷ് വിജയൻ എന്ന ഉത്രാടംകണ്ണൻ അവിടെ ജയിച്ചിട്ടുള്ളത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും വലിയ മുന്നേറ്റമുണ്ടാകാൻ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുകയും 2-ാം സ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജേഷ് പൂവാശ്ശേരി 2-ാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ജനസ്വാധീനമാണ് ഈ 2 സ്ഥലത്തെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. 2025 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഏതാണ്ട് 1600ഓളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ആ വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പർമാരുണ്ടെങ്കിൽ അത് ഏതാണ്ടൊരു 4000-5000 മെമ്പർമാരെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏത് സമയത്താണെങ്കിലും ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് അതിൻ്റെ ആഘോഷ പ്രകടനങ്ങളൊന്നുമില്ല എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളിലും വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ കളക്ഷൻ നടത്തി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അത് കളക്ട് ചെയ്തത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയും സേവാഭാരതിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വീട് വച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ചൂരൽമലയിലും ഒക്കെ നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തത്തിലും അത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സേവാഭാരതിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയുമെല്ലാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജില്ലയുടെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്ന് തന്നെ വയനാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന തലത്തിലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ കൂടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ ഒരു സമയത്ത് ഈ ആഘോഷ പരിപാടികൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ദുരിത മേഖലയിലുള്ളവരെ സഹായിക്കുന്ന നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.